MLA എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും നെടുമങ്ങാട്ടെ LDF സ്ഥാനാർത്ഥി GR അനിലിന്റെ പ്രവർത്തനത്തിൽ സമ്മിശ്ര പ്രതികരണമാണ് മണ്ഡലത്തിലെ സമ്മതിദായകർക്ക് ഉള്ളത്. മന്ത്രിയുടെ പ്രവർത്തനങ്ങൾക്ക് മാർക്ക് എത്ര എന്ന ചോദ്യത്തിൽ 100-ൽ 100 നൽകിയവർക്കും 1 മാർക്ക് പോലും നൽകാത്തവർക്കും അതിന് അവരുടേതായ കാരണങ്ങളും ഉണ്ടായിരുന്നു. മന്ത്രി GR അനിൽ നിങ്ങളുടെ മണ്ഡലത്തിലെ പ്രതിനിധീകരിക്കുന്ന ആളായിരുന്നു, മന്ത്രിയാണ്. 5 വർഷത്തെ അദ്ദേഹത്തിന്റെ മന്ത്രി എന്ന നിലയിലെ പ്രവർത്തനത്തിന് എത്ര മാർക്ക് നൽകും? 100-ൽ ഒരു 80. അത്യാവശ്യം നല്ല വികസനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. GR അനിൽ മന്ത്രി എന്ന നിലയിൽ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയായിരുന്നു. മന്ത്രി എന്ന നിലയിൽ GR അനിലിന് എത്ര മാർക്കായിരിക്കും നിങ്ങൾ നൽകുക? എന്തുകൊണ്ട്? ഒരു 15 മാർക്ക്. 100 ഇടയ്ക്ക് വെച്ച് ഇടക്കാലങ്ങളിൽ വെച്ച് സിവിൽ സപ്ലൈസിൽ സാധനങ്ങളൊന്നും ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ട് ജനങ്ങൾക്കുണ്ടായിരുന്നു. ആ ഒരു മതിപ്പ് ഇപ്പോഴും ഉണ്ട് ജനങ്ങൾക്ക്. 98. പുള്ളിയെ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. GR അനിലിന്റെ പ്രവർത്തനങ്ങൾക്ക് എത്ര മാർക്കാണ് നിങ്ങൾ ഇടുന്നത്? 1 മാർക്ക് വിടുന്നില്ല, ഇപ്പോൾ തോക്കുമെന്നാണ് പറയുന്നത് അഭിപ്രായം. ഇവിടെ മന്ത്രിയായിട്ട് ഇരുന്നിട്ടെന്ന് പറഞ്ഞ് ഇവിടെ ആരും ഇങ്ങോട്ട് ഒന്നും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ആരും ഔട്ട് കൊടുക്കും? ഒരു പാർട്ടിക്കാർക്കും ചെയ്യണേ പോലും. മന്ത്രി എന്ന നിലയിൽ GR അനിലിന്റെ പ്രവർത്തനങ്ങൾക്ക് എത്ര മാർക്ക് നൽകും? ആൾ നല്ലതാണ്, എല്ലാ കാര്യങ്ങൾക്കും സഹകരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ എത്ര മാർക്ക് ഇടുമെന്ന് പറഞ്ഞു? 80% ഇടാം. ഒരു 60% ഇടാനായിട്ട്. നമുക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു മന്ത്രിയാണ്. പോത്തങ്കോട് മാർക്കറ്റ് അതിനെ പുരോഗമിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. പിന്നെ ആ റവന്യൂ ടവർ അത് പാലോട് രവിയും കണ്ടില്ലാത്ത അത് ചെയ്തു വെച്ചത്. പിന്നെ അതാണ്ട് ഒരെണ്ണം ഇത് ചെയ്ത് വെച്ചിട്ട് അതെങ്ങനെ കിടക്കുന്നുണ്ട്. ട്രാഫിക് ബ്ലോക്ക് മാറണമെങ്കിൽ ആ ബസ് സ്റ്റാൻഡും ചന്ത അവിടെ നിന്ന് മാറണം, എങ്കിലേ ആ ട്രാഫിക് ബ്ലോക്ക് മാറും. ഇല്ലാതെ പൂർണ്ണമായിട്ട് മാറില്ല. ബ്ലോക്ക് ഉണ്ടായിട്ടാണ് റവന്യൂ ടവറും കൂടെ അതിനകത്താക്കി വെച്ചുകൊണ്ട് ഇത്തുകൂടെ ബ്ലോക്ക് കൂടുതലാണ്. അതിനകത്ത് വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ബിൽഡിംഗും പോയാൽ കുറേ സൗകര്യമാവും. 60%. അവനെ എന്താണെന്നറിയാം, നമുക്ക് എപ്പോഴും നമ്മൾ അടുത്ത് കിട്ടുന്ന ഒരാളും നമുക്ക് പ്രിയപ്പെട്ട ഒരാളുമാണ്. പക്ഷേ അവരെ പൊസിഷൻ എങ്ങനെയാണ്, അവർക്ക് എന്തൊക്കെയാണ് കിട്ടണം, എന്തൊക്കെയാണ് ചെയ്യണമെന്ന് നമുക്ക് ഒന്നും അറിയില്ല. നമ്മൾ ആട്ടക്കാരന്മാരല്ലേ. അതുകൊണ്ട് നമ്മൾ കാണുമ്പോഴുള്ള സഹകരണം കൊണ്ട് നമ്മളിങ്ങനെ പറയണം എന്നുള്ളതേ ഉള്ളൂ. മന്ത്രി GR അനിലിന് എത്ര മാർക്കായിരിക്കും നിങ്ങൾ നൽകുക എന്ന്? എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും GR അനിലിനും അതിന് പിന്നോട്ടുള്ള ജയിച്ച 2 MLA മാർക്കും 0 ആണ് കൊടുക്കേണ്ടത്. കാരണം രാജ്യത്ത് വികസനമെന്ന് പറയാൻ ഒരു കാര്യം പോലും അവർ ചെയ്തില്ല. ഇവർ ആകെ കൊടുക്കുന്നത് 50-25 തൊഴിലുറപ്പ്, 150 എഴുതി വയ്ക്കും. അതിൻ്റെ കമ്മീഷൻ എടുക്കുന്നുണ്ട് അതിൻ്റെ സെക്രട്ടറിമാർ. രണ്ടാമത് ഇവരെപ്പോലുള്ളവർ ഈ മാസ് ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ള മാസ് ലൈറ്റ് നാട്ടിന് വികസനം ചെയ്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പെൻഷൻ കൊടുക്കും. പെൻഷൻ കൊടുത്തല്ലേ അവർക്ക് അല്ലാതൊന്നും പറയാൻ ഒക്കില്ല. അല്ലാതെ ഒരു വികസനവും ഇല്ല.